ഊന്നുകല്ലിൽ വേങ്ങൂർ സ്വദേശിനി ശാന്തയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന അടിമാലി സ്വദേശി രാജേഷ് ഒളിവിൽ തുടരുന്നു. രാജേഷ് കേരളത്തിന് പുറത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ സമ്മർദ്ദത്തിലാക്കി രാജേഷിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിച്ച സംഭവം പുറത്തുവന്ന ദിവസമാണ് പ്രതിയെന്ന് സംശയിക്കുന്ന അടിമാലി സ്വദേശി രാജേഷ് കടന്നുകളഞ്ഞത്. അന്നുതന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രാജേഷ് പോയ റൂട്ട് മനസ്സിലാക്കിയാണ് പോലീസും നീങ്ങിയത്. എന്നാൽ പോലീസിന് പിടികൊടുക്കാതെ രാജേഷ് മുങ്ങി. കോതമംഗലത്തെ ഒരു വർക്ക്ഷോപ്പിൽ തന്റെ കാർ അറ്റകുറ്റപ്പണിക്ക എന്ന പേരിൽ ഏൽപ്പിച്ച് ബസ് മാർഗമാണ് രാജേഷ് സഞ്ചരിച്ചത്. രാജേഷ് സംസ്ഥാനം വിട്ടെന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ. അടുത്ത ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കി രാജേഷിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ രാജേഷ് എവിടെ എന്നതിൽ ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ശാന്തയെ കൊലപ്പെടുത്തിയ ശേഷം കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിൽ രാജേഷ് വിൽപ്പന നടത്തിയിരുന്നു. ഇതിൽ നിന്ന് കൈപ്പറ്റിയ 4 ലക്ഷം രൂപ രാജേഷിന്റെ പക്കലുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ 18-ാം തീയതിയാണ് രാജേഷ് ശാന്തയെ കൊലപ്പെടുത്തി മാൻഹോളിൽ ഒളിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ സ്വർണം അടിമാലിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. ആഭരണങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. കൊലപാതകം നടന്ന വീടിനോട് ചേർന്ന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ പാചകക്കാരനായിരുന്നു രാജേഷ്. വീടും പരിസരവും മാൻഹോളിന്റെ സ്ഥാനവുമെല്ലാം രാജേഷിന് വ്യക്തമായി അറിയാമായിരുന്നു. കോതമംഗലത്തെ ഹോട്ടലിലായിരുന്നു അവസാനം ജോലി ചെയ്തിരുന്നത്. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി ഇതുവരെ പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. രാജേഷിനെ പിടികൂടാതെ കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. GTV ന്യൂസ്, കോതമംഗലം.